നമ്മൾക്ക് ഇവിടെ തുടങ്ങുന്നത് നമ്മളൊരു പാട്ട് വെച്ച് തുടങ്ങാം. അതായത് ഈ വീഡിയോയിലായിട്ട് എഡ്യൂക്കേഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് മാൻ ആ പാട്ട് വെച്ചെന്ന് തുടങ്ങട്ടെ. ഹലോ വ്യൂവേഴ്സ്, പുതിയൊരുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗപ്പി ഫാർമിലേക്ക് വരുന്ന ആളുകൾ പൊതുവെ ചെയ്യുന്ന 6 മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിസ്റ്റേക്സ് മാത്രമല്ല കേട്ടോ, അത് തിരുത്താനുള്ള സൊല്യൂഷൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കാണാൻ നേരമില്ലെങ്കിൽ പേടിക്കേണ്ട, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഹൈലൈറ്റ്സ് ഉണ്ട്. ആദ്യം തന്നെ ഗപ്പികളെ വാങ്ങിക്കുമ്പോൾ ആളുകൾ പൊതുവെ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, വലിയ ഗപ്പികളെ വാങ്ങിക്കും, കാശുടി ഗപ്പികളെ വാങ്ങിക്കും, റെഡ് ഐഡ് ഗപ്പീനെ വാങ്ങിക്കാൻ പേച്ച് നല്ലൊരു മിക്സ് ഗപ്പീനെ വാങ്ങിക്കുന്നത് കാശും കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഗപ്പിനെ കിട്ടാൻ വേറെ വരിയുണ്ട്. കിട്ടി. ഇത് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തു നോക്കിയതാണ്. ഇതുപോലെ ചെയ്ത് മീനൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. വളർത്താൻ വേണ്ടി നമ്മൾ ഒരിക്കലും കുഞ്ഞ് ടാങ്ക് എടുക്കരുത്. കുഞ്ഞ് ടാങ്ക് എടുക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ടാങ്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മീൻ ടെൻഷൻ കയറും. ടെൻഷൻ കയറിയാൽ മീൻ പുറത്ത് ചാടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മിഡ് സൈസ് ടാങ്കിൽ ഗപ്പികളെ വളർത്തേണ്ടത് നല്ലതാണ്. ഈ ടാങ്ക് നമ്മൾ ഉന്താൻ നോക്കിയാൽ ഉന്താൻ പറ്റില്ല, അപ്പം മീൻ ടെൻഷൻ കയറേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വലിയ ടാങ്കി വളർത്തുന്ന വേറൊരു ഗുണം കൂടി ഉണ്ട്, മീൻ വലുതായി വളരും. പക്ഷെ കുഞ്ഞ് ടാങ്കി വളർത്തുകയാണെങ്കിൽ മീനിൻ്റെ സൈസ് അത്രയ്ക്ക് വലുതാവണമെന്ന് ഇല്ല. പക്ഷെ തീരെ വലിയ ടാങ്കി വളർത്തരുത്. തീരെ വലിയ ടാങ്കി വളർത്താൻ മീൻ ബ്രീഡാവാൻ ചാൻസ് കുറവാണ്. വെള്ളം നമ്മൾ ഡയറക്റ്റ്ലി ടാങ്കിയോട്ട് ഒരിക്കലും ഇടരുത്. ടാങ്കിയോട്ട് അതുപോലെ ഇടുകയാണെങ്കിൽ ആ വെള്ളത്തിൽ ക്ലോറിൻ വെള്ളം ഉണ്ടെങ്കിൽ മീൻ ചാവാൻ ചാൻസ് ഉണ്ട്. 2 days later. ഈ ക്ലിപ്പിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗപ്പി വളർത്തുന്ന ടാങ്കിൽ വെള്ളം മാറ്റുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ വേറൊരു ടാങ്കിൽ വെള്ളം പിടിച്ചു വയ്ക്കുക. ആ വെള്ളം 2 ദിവസം ഇരിക്കുമ്പോൾ ക്ലോറിൻ വെള്ളം ഉണ്ടെങ്കിൽ വേപ്പറൈസ് ആയി പോയിട്ടുണ്ടാവും. ആ വെള്ളം നമ്മൾക്ക് മെയിൻ ടാങ്കിയോട്ട് 2 ദിവസത്തിന് ശേഷം ഒഴിച്ചാൽ ക്ലോറിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, മീൻ മരിക്കാൻ ചാൻസ് ഇല്ല. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വല്ല ക്ലോറിൻ ഉണ്ടെങ്കിൽ വേപ്പറൈസായി പോയിട്ടുണ്ടാവും. ടാങ്കിലേക്ക് അക്വാട്ടിക് പ്ലാന്റ്സ് ഇടണം. അക്വാട്ടിക് പ്ലാന്റ്സ് ഇടുന്നതിലൂടെ നിങ്ങൾക്ക് വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അൺഎക്സ്പീരിയൻസ്ഡ് ആയി തുടങ്ങുന്ന ബിഗിനർ ചെയ്യുന്ന മിസ്റ്റേക്സ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. Soap time. ഇതുപോലെ ചെയ്താൽ മീൻ സ്ട്രെസ്ഫുൾ ആവും. നിങ്ങൾക്ക് കാണാമല്ലോ, മീൻ ഹെവി ബ്രീതിങ് ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് മീനെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് വയ്ക്കുന്നതാണ്. എക്സ്പീരിയൻസ് ആയ ബ്രീഡർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. വെള്ളം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മൾ പൈപ്പിൻ്റെ അറ്റത്ത് സ്ട്രോയിൽ വലിക്കുന്ന പോലെ വലിച്ചിട്ട് വിടുമ്പോൾ വെള്ളം സക്ഷൻ കാരണം വരും. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ ഈ പൈപ്പിൻ്റെ അറ്റം ടാങ്കിൻ്റെ അകത്ത് പൈപ്പിൻ്റെ അറ്റം താഴ്ന്നിരിക്കണം, അല്ലെങ്കിൽ വെള്ളം വരികയില്ല. അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ടാങ്കിലത്തെ വെള്ളം വറ്റിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും.
ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മീന് ടെൻഷൻ കയറുകയില്ല, മീൻ ഹാപ്പി ആയിരിക്കും. മീന് ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി കുറവായി കൊടുത്താൽ മതിയാവും. കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഫിഷ് ഫുഡ് അതുപോലെ പൊങ്ങിക്കിടന്ന് അമോണിയയായി മാറാൻ ചാൻസ് ഉണ്ട്. അമോണിയ മീൻ അത്രയ്ക്ക് നല്ലതല്ല, മീൻ മരിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. ഇനി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ 6 പോയിൻറ്റിൻ്റെ ഒരു സമ്മറി തരാം. ആദ്യത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഗപ്പി വാങ്ങിക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഗപ്പിനെയാണ് ആദ്യം വാങ്ങിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഗപ്പി മരിച്ചു പോവുകയാണെങ്കിലും അത്രയ്ക്ക് ലോസ് ഉണ്ടാവില്ലല്ലോ. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്, ഗപ്പി വളർത്തുമ്പോൾ ഒരു മിഡ് സൈസ് ടാങ്കിൽ വളർത്തേണ്ടതാണ് നല്ലത്. തീരെ വലിയ ടാങ്കിൽ പോകരുത്. തീരെ വലിയ ടാങ്കിൽ പോയാൽ ബ്രീഡിങ് നടക്കില്ല. പിന്നെ തീരെ കുഞ്ഞി ടാങ്കിൽ പോയാൽ മീൻ പുറത്ത് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു മിഡ് സൈസ് ടാങ്ക് പ്രിഫർ ചെയ്യുക. മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഒരു ടാങ്കിലേക്ക് ഡയറക്റ്റ്ലി വെള്ളം ഒഴിക്കരുത്. നമ്മൾ ആ വെള്ളം 2 ദിവസം പിടിച്ചു വെക്കണം, ഒരു ഓപ്പണായിട്ട്. അപ്പോൾ ക്ലോറിൻ വെള്ളം ഉണ്ടെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഡയറക്റ്റ് ക്ലോറിനുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ മീൻ മരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നാലാമത്തെ പോയിന്റിൽ നാം അക്വാട്ടിക് പ്ലാന്റ്സ് ഇടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അക്വാട്ടിക് പ്ലാന്റ്സ് ഇടുമ്പോൾ മീനിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹൈഡിങ് സ്പോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മീനിൻ്റെ കുഞ്ഞുങ്ങളെ അവരുടെ പാരൻസ് അയക്കും. പിന്നെ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അക്വാട്ടിക് പ്ലാന്റ്സ് നല്ലതാണ്. അഞ്ചാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് വാട്ടർ ക്ലീനിനെ കുറിച്ചാണ്. അൺഎക്സ്പീരിയൻസായി ബിഗിനറായ ആളുകൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് തന്നെ എല്ലാം സോപ്പിട്ട് നല്ല ക്ലീനും ഫ്രഷും നീറ്റാക്കി കൊടുക്കും. അതോടെ ചെയ്യുന്നത് ഒരു ഫിഷ് ടാങ്കിൻ്റെ കാര്യത്തിൽ നിന്നതല്ല. എന്താണെന്ന് വെച്ചാൽ, ഒരു ഫിഷ് ടാങ്കിനകത്ത് കുറേ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയ ഓർഗാൻസ് എല്ലാം ഉണ്ടാവും. അപ്പം നിങ്ങൾ സോപ്പിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ബെനിഫിഷ്യൽ ഓർഗാൻസം എല്ലാം മരിച്ചു. അതുപോലെ ചെയ്യരുത്. അതിന് പകരമായിട്ട് നിങ്ങൾ ഒരു പൈപ്പ് ഇട്ടിട്ട് അടിയിൽ കിടക്കുന്ന ചെളി മാറ്റിയാൽ മതി. ഓരോ ആഴ്ച 50% വാട്ടർ ചേഞ്ച് ആണ് നല്ല കാര്യം. അല്ലെങ്കിൽ എല്ലാ ദിവസവും 10% വാട്ടർ ചേഞ്ചും ചെയ്യാം. അത് നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ചെയ്താൽ മതിയാവും. പിന്നെ ആറാമത്തെ പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓവർ ഫീഡിങ്ങിനെ കുറിച്ചാണ്. ബിഗിനേഴ്സായി തുടങ്ങുന്ന ആളുകൾ മീന് ആവശ്യത്തിന് അധികം ഭക്ഷണം കൊടുക്കും. എന്ന് വെച്ചാൽ എന്തായിരിക്കും വിചാരിക്കണമെന്ന് വെച്ചാൽ, നല്ലോണം ഭക്ഷണം കൊടുത്താൽ മീൻ പെട്ടെന്ന് വലുതാവില്ലേ. അതോടെ വിചാരിച്ചിട്ട് കാര്യമില്ല. അതോടെ നടക്കുമ്പോൾ ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഫുഡ് വരുന്നത് ടാങ്കിൻ്റെ അടിയിൽ പോയി കിടക്കും. അതുപോലെ തന്നെ മാറ്റാതെ കിടന്നാൽ അത് അമോണിയയായി മാറും. അമോണിയ മാറി മീൻ മരിക്കാൻ വരെയും ചാൻസ് ഉണ്ട് അത് മാറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഏറ്റവും നല്ലത് മീന് നിങ്ങൾക്ക് കൊടുക്കണമെന്ന് വിചാരിക്കേണ്ട പകുതിയായിട്ട് കൊടുത്താൽ മതി. ഇച്ചിരി കുറവായിട്ട് കൊടുക്കുക. മീൻ പിന്നെ ചോദിക്കണമെങ്കിൽ ഇച്ചിരി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മീൻ മരിക്കാനുള്ള ചാൻസ് കുറയും. പിന്നെ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനിയും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ ഇത്രയ്ക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഗപ്പി ഫാർമിങ്ങിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.